ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. ഇപ്പൊ ഞാനുള്ളത് എറണാകുളം ധർമ്മഹാലിനടുത്തുള്ള എറണാകുളത്തപ്പൻ ഗ്രൗണ്ടിലാണ്. അവിടെ ഒരു അടിപൊളി എക്സ്പോ നടക്കുന്നുണ്ട്. മറൈൻ എക്സ്പോ ആണ്. ഇവിടെ പ്രധാന അട്രാക്ഷൻ എന്ന് പറയുന്നത് മത്സ്യകന്യയാണ്. ഇതിലേക്ക് നമുക്ക് കിടക്കാം. നമുക്ക് വീഡിയോ തുടങ്ങിയാലോ? ലെറ്റ്സ് സ്റ്റാർട്ട് മൈ വീഡിയോ. എല്ലാവരും വീഡിയോ കാണുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് അടിക്കുക, ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്തേക്കുക കേട്ടോ. ഓക്കെ, തുടങ്ങിയാണ്. ഇതാണ് മെയിൻ പ്രവേശന കവാടം. ഇവിടെ നോക്കി കഴിഞ്ഞാൽ അവിടെ എഴുതിയേക്കണ കാണാം മറൈൻ എക്സ്പോ എന്ന്. അവിടെ കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ റൈറ്റ് സൈഡിലാണ് ക്യാഷ് കൗണ്ട്. അവിടെ നമുക്ക് ആവശ്യം ടിക്കറ്റ് എടുക്കുക. അഡൾട്ട്സിന് 120 രൂപയാണ് ടിക്കറ്റ്. അവിടെ നിന്ന് നമുക്ക് ഗൂഗിൾ പേ വഴിയോ മറ്റേ പേയ്മെന്റ് വഴിയോ ക്യാഷ് എടുക്കാവുന്നതാണ്. ഇവിടെ ടിക്കറ്റ് ചെക്ക് ചെയ്യാൻ ആളുടെ അടുത്ത് ടിക്കറ്റ് കാണിച്ച ശേഷം നമുക്ക് അകത്ത് കയറാവുന്നതാണ്. ഇങ്ങനെ സ്റ്റെപ്പ് കയറണം. സ്റ്റെപ്പ് കയറി കഴിഞ്ഞിട്ട് ഒരു സ്റ്റെപ്പ് ഇറങ്ങുകയും വേണം. അപ്പൊ തന്നെ നമ്മൾ വെൽക്കം ഒരു വലിയൊരു ഫ്ലെക്സ് ആണ് കാണുന്നത്, ബാനറാണ് കാണുന്നത്. അത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഇതിന്റെ ഡീറ്റെയിൽസ് ഒക്കെ അറിയാൻ പറ്റും. സംഘാടകരാണെന്നും തീയതി എന്നാണ് ആരംഭിച്ചതെന്നുള്ള ഡീറ്റെയിൽസ് ഒക്കെ ഇതിൽ നോക്കി കാണാം. ലെഫ്റ്റ് സൈഡിലൊക്കെ നോക്കി കഴിഞ്ഞാൽ സിലിണ്ടർ അക്വേറിയമാണ്. റൈറ്റ് സൈഡിൽ നോക്കിയാൽ അണ്ടർ വാട്ടർ ടണൽ അക്വേറിയമാണ്. ഇത് കഴിഞ്ഞ ശേഷം നമ്മൾ അണ്ടർ വാട്ടർ ടണൽ അക്വേറിയത്തിലൂടെ നമുക്ക് പോകുന്നതാണ്. ഓണത്തിന്റെ സൺഡേ ആണ് ഇന്ന് ആദ്യം തിരക്കൊക്കെ ഉണ്ട്. വലിയ തിരക്കില്ലെങ്കിലും അത്യാവശ്യം തിരക്കൊക്കെ ഉണ്ട്. കുറെ അധികം ഗോൾഡ് ഫിഷിനെയാണ് ഈ സിലിണ്ടർ അക്വേറിയത്തിൽ കാണുന്നത്. അവ ഇങ്ങനെ നീന്തി നടക്കുന്ന കാഴ്ചയാണ്. നല്ല ഭംഗിയാണ്. ഈ ഫിഷിന്റെ ഒന്നും പേര് അറിയില്ല. ഈ കണ്ടുകൊണ്ടിരിക്കുന്ന വിഡോ ഫിഷ് ആണ്. പല കളറിലെയും വിഡോ ഫിഷിനെ കാണാൻ കഴിയും. ഇവിടെ മഞ്ഞ കളറിലെ വിഡോ ഫിഷ് മുകളിലോട്ട് പോവുകയാണ്. ടണൽ അക്വേറിയത്തിൽ ഇപ്പൊ കാണുന്നത് സ്രാഗ് മത്സ്യത്തിന്റെ കുഞ്ഞുങ്ങളാണ്. കുറെ എണ്ണം സ്രാവ് മത്സ്യത്തിന്റെ കുഞ്ഞുങ്ങളെ കാണാം കേട്ടോ. അത് എങ്ങനെയാ കുറച്ചെണ്ണം വലത്തോട്ടും കുറച്ച് ഇടത്തോട്ടായിട്ട് നീന്തി നടക്കുകയാണ്. ഇത് വാട്ടർ ഫിൽറ്റർ ആണ്. ഓക്സിജന്റെ അളവ് ക്രമീകരിക്കാനുള്ള വാട്ടർ ഫിൽറ്റർ ആണ്. കുറെ ഇനം മത്സ്യങ്ങൾ ഇവിടെ കാണാം. പേരറിയാവുന്നതും പേരെ അറിയാത്തതുമായ മത്സ്യങ്ങളൊക്കെ. കുട്ടികൾക്ക് എന്തായാലും ഇത് തീർച്ചയായും ഇഷ്ടമാവും. അവർക്കായിരിക്കും കൂടുതൽ ഇത് ആസ്വദിതമാവുക. ഈ കാഴ്ചകൾ കുട്ടികൾ കാണിക്കുകയാണെങ്കിൽ മൊബൈലിൽ നിന്നുള്ള ഒരു അഡീഷൻ ഒക്കെ മാറിക്കിട്ടുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇവ കൂടുതലും പിള്ളേര് മൊബൈലിലാണല്ലോ നോക്കി സമയം കളയുന്നത്. അപ്പൊ ഇങ്ങനെയൊക്കെ നമ്മുടെ നാട്ടിൽ വരുമ്പോഴാണെങ്കിൽ കാണിക്കാൻ നോക്കാം പിള്ളേരൊക്കെ. ചൂട് കുറയാനും പിന്നെ എയർ ഫിൽറ്റർ ചെയ്യാനുമുള്ള സംവിധാനങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. എമർജൻസി അസിസ്റ്റും ഉണ്ട്. മത്സ്യം വായിൽ മണലെടുത്തിട്ട് തുപ്പുന്ന കാഴ്ച കാണാം. മറ്റൊരു മത്സ്യം ഗ്ലാസ് ഒക്കെ ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു അപൂർവമായ കാഴ്ചയും കാണാൻ കഴിഞ്ഞു. ഈ മത്സ്യം നമ്മുടെ തിലോപ്പിയ മത്സ്യം, കരിമീൻ മത്സ്യത്തെയൊക്കെ പോലെ തോന്നുന്നുണ്ട്. യഥാർത്ഥത്തിൽ ഇതിന്റെ പേരെന്താണെന്ന് അറിഞ്ഞില്ല. നമ്മൾ സ്ഥിരം കാണുന്ന മത്സ്യവുമായിട്ട് സാമ്യമുണ്ട്. ഇതാണ് ടണൽ അക്വേറിയം. നമുക്ക് ഇനി ടണൽ അക്വേറിയത്തിലോട്ട് കയറാം. നമ്മ എല്ലാവരും ആഴക്കടലിലൂടെ പോകുന്ന ഒരു ഫീലിംഗ് ആണ് ഇപ്പൊ. തലക്ക് ചുറ്റും മത്സ്യങ്ങൾ നീന്തി നടക്കുന്ന കാഴ്ചയെ കാണാൻ എന്താണുള്ള ഭംഗി. ഞാൻ എന്തായാലും കടലിനടിയിൽ പോയി ഇങ്ങനൊന്നും കാഴ്ച കാണാൻ പോകുന്നില്ല. ഇങ്ങനെ ഒരു കാഴ്ച കാണാൻ ഇപ്പൊ തന്നെ ഇങ്ങോട്ട് വന്നോളൂ കേട്ടോ. തീരാൻ മുമ്പ് വന്ന് കണ്ടോള്. ഹോളിഡേയ്സിൽ രാവിലെ 11 മുതൽ രാത്രി 9:30 വരെയാണ്. പിന്നെ വർക്കിംഗ് ഡേയ്സിലാണെങ്കിൽ വൈകിട്ട് 4 മണി മുതൽ 9:30 വരെ വേണം. ഈൽ ഫിഷ്, ആരാപ്പായ്മ, പിന്നെ കൂരി പോലത്തെ മത്സ്യത്തെയൊക്കെ കാണാൻ കഴിഞ്ഞു. പലതരം മീനുകളായതുകൊണ്ട് പലതിനും പേരറിഞ്ഞൂടാ. കുറെ മത്സ്യങ്ങളുണ്ട്. കണ്ടാലും തീരുന്നില്ല. ഇവിടെ ആളുകളെല്ലാം ഫാമിലി ആയിട്ടൊക്കെയാണ് വരുന്നത്. പിന്നെ ചിലവരാണ് ഫ്രണ്ട്സൊക്കെ ആയിട്ട് വരുന്നതും. കൂടുതലും ഫാമിലി ആയിട്ട് വരുന്നവരാണ്. ആഴക്കടലിലെ മത്സ്യങ്ങളെ നേരിൽ കാണാത്തവരൊക്കെ ഇവിടെ വന്നു കഴിഞ്ഞാൽ എന്തായാലും കാണാം. ബീച്ചിൽ പോയാലും ഒന്നും നമുക്ക് ഈ കാഴ്ച കാണാം. മത്സ്യത്തെ ഒന്നും കാണാൻ കഴിയില്ലല്ലോ. ഗ്രാമങ്ങളിലുള്ളവർക്കായാലും ടൗണിൽ താമസിക്കുന്നവർക്കായാലും അല്ലെ ബീച്ചിൽ താമസിക്കുന്നവർക്കായാലും ജീവനുള്ള മത്സ്യങ്ങൾ ഇങ്ങനെ നീന്തി തുടിക്കുന്നത് കാണാൻ തന്നെ ഇങ്ങനെയുള്ള എക്സ്പോകൾ വരണം. ഈ എക്സ്പോകളിലൂടെ മാത്രമായിരിക്കും കൂടുതൽ നമ്മ മത്സ്യത്തെ കണ്ടറിയുക. നമ്മ ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന മത്സ്യകന്യയെ കാണാൻ കഴിയും. കുറച്ചുകൂടി വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ കാഴ്ചകൾക്ക് പോകുന്നതാണ്. ഓർക്കാം, 120 രൂപയുള്ളൂ ഇതിന്റെ ഫീസ്. എന്തായാലും തീർച്ചയായും ഒന്ന് കാണുക. ധൃതി പിടിച്ചൊന്നും കണ്ട് പോകേണ്ട ആവശ്യമില്ല. കണ്ട് ആസ്വദിച്ച് തന്നെ പോണം. ഇപ്പോൾ നമ്മൾ മത്സ്യകന്യുള്ള സ്പോട്ടിലെത്തിയിരിക്കുകയാണ്. എല്ലാവരും ക്യാമറയിൽ പകർത്തിയെടുക്കുകയാണ്. എന്തായാലും നല്ലൊരു ഹാർഡ് വർക്ക് ഉണ്ട്. ഇവരെ സമ്മതിച്ചേ പറ്റുള്ളൂ. ഭയങ്കര റിസ്കി ടാസ്ക് ആണ്. എന്തോരം നേരമാണ് ഇവർ മത്സ്യകന്യായിട്ട് നിൽക്കുന്നത്. ഓക്സിജൻ ഇല്ലാതെ 10-15 സെക്കൻഡ് മാത്രം പിടിച്ച് നിൽക്കാൻ ഇവർക്ക് പറ്റുള്ളൂ. അതിനുശേഷം മത്സ്യകന്യ മുകളിലോട്ട് ഉയർന്നതിന് ശേഷം ഓക്സിജനൊക്കെ സ്വീകരിച്ചിട്ട് വീണ്ടും താഴേക്ക് വരുന്നു. അതിനുശേഷം ഒരു പ്രത്യേക രീതിയിലൊക്കെ ലവ് ചിഹ്നം ആകൃതിയിലൊക്കെ ഒരു ആക്ഷനൊക്കെ കാണിക്കുന്ന കാണാം. ചിരിച്ചും ആക്ഷനൊക്കെ കാണിച്ചിട്ടാണ് ഈ മത്സ്യകന്യക നമ്മളോട് അഭിസംബോധന ചെയ്യുന്നത്. ഇവിടുത്തെ കാഴ്ചകളൊന്നും തീരുന്നില്ല. ഇനിയും അടുത്ത വീഡിയോയിൽ കാണാം. ഈ വീഡിയോ എന്തായാലും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് അടിക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ എനേബിൾ ചെയ്തേക്കുക. നല്ല അഭിപ്രായങ്ങളൊക്കെ ഞാൻ നോക്കി കാണുന്നു. അടുത്ത വീഡിയോ കാണുന്നവരും ബൈ. ഒന്ന് ലൈക്ക് അടിച്ചോ.